അള്ളാഹു മിത്താണോ? ഒന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയൂ. എന്താ എന്റെ ഉദ്ദേശം? അള്ളാഹു മിത്താണ് എന്ന് ഒഴുക്കമട്ടിലെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കോട്ടുവായിട്ടെങ്കിലും അതിന്റെ ഇടയിൽ ഒന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? എനിക്കതേ അറിയേണ്ടതുള്ളൂ. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കുക. അള്ളാഹു മിത്താണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും അവസാനം തീരാറായി, 10 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. ഞാൻ ഇപ്പോഴെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു തവണയെങ്കിലും പറയാൻ പറ്റുമോ ഈ രാമനും ഒക്കെ കണക്കാണ്, അതേപോലെ അള്ളാഹു മിത്താണ് എന്ന് ഒഴുക്കമട്ടിലെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കോട്ടുവായിട്ടെങ്കിലും അതിന്റെ ഇടയിൽ ഒന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്റെ ഒരു മനസ്സമാധാനത്തിനാ, അല്ലെങ്കിൽ ഞാൻ കരുതും മാധവൻ പേടി തുറിയായി. എനിക്കതേ അറിയേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ പിന്നത്തെ കാര്യം നമുക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ചർച്ച ചെയ്യാലോ. ഇപ്പൊ നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അത് പറയാതെ നിങ്ങൾ ഈ പടല തള്ളി നടക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാതെ. അള്ളാഹു മിത്താണോ? ഒന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയൂ. ഇതിന്നൊന്നും മനസ്സിലായോ? പേടിയാണ് സ്വല്പം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 10, 15, 14 ദിവസത്തിന് മുമ്പുള്ള ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യാനായി എടുത്തതിന്റെ സാങ്കത്യം എന്താണ്? അത് ഞാൻ പറഞ്ഞുതരാം. അന്ന് അത് ചർച്ച ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോ അന്ന് വേറൊരു പ്രശ്നം ഉണ്ടായി, അതുകൊണ്ട് അത് മാറ്റി വെച്ചാണ്. ഇന്നാണ് അത് നീക്കി വെച്ചത്, അതുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും. ഇനി നിങ്ങൾ പറയൂ, ഇന്ന് വേറെ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. അവിടെ തൃശ്ശൂർ വരെ നടക്കുന്നതുകൊണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇനി ഇത് പറയും. വേറെ ഒന്നുമില്ലെന്നേ, വേറെ ഒന്നുമില്ല, എല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. നിങ്ങൾ എന്താ സാർ മറുപടി ഇല്ലാത്തത്? പറഞ്ഞിപ്പോയോ? നിങ്ങൾ ഈ റെഡ് ഹെറിംഗ് ഫാലസി ഇവിടെ എടുക്കില്ല. നിങ്ങളുടെ റെഡ് ഹെറിംഗ് ഫാലസി ഇവിടെ എടുക്കില്ല. അതൊരു ന്യായവൈകല്യമാണ്. അത് നിങ്ങൾ തിരിച്ചറിയും. ഞാൻ തുടക്കം മുതൽ പറയുന്നതാണ്, ഒരു കാര്യം നേരിട്ട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റാത്തതാണ്. ഈ റെഡ് ഹെറിംഗ് ഒന്നും മനസ്സിലാവാത്ത ആളുകളല്ല ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ ആ നിലവാരം വെച്ച് ബാക്കിയുള്ളവരെ അളക്കരുത്. എന്റെ ജീവിതം കുളം കോരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഇതിന് രക്ഷപ്പെട്ടേ പറ്റൂ. എനിക്ക് അത്ര പറയാനുള്ളൂ. നിങ്ങൾ പച്ചയ്ക്ക് പറയൂ. അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. എന്താണ് ഒരു ശാസ്ത്രീയമായിട്ടോ ഏതെങ്കിലും ചരിത്രപരമായിട്ടോ നമുക്ക് അതിനെ അള്ളാഹു മിത്താണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഒറ്റവാക്കി പറയുന്നത് ഇതുപോലെ എസ് എഴുതേണ്ട കാര്യമില്ല സാറേ. ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. കാര്യമല്ല, നമുക്ക് ശാസ്ത്രീയപരമായിട്ടോ ചരിത്രപരമായിട്ടോ എന്തെങ്കിലും ചരിത്രപരമായിട്ട് അള്ളാഹുവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ രാമൻ എന്താ വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ? അതെന്തിന്റെ വിഷയം? ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിനെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. പറയൂ, നിങ്ങൾ ആ കോണ്ടെക്സ്റ്റിൽ അള്ളാഹുവിനെ ഫിക്സ് ചെയ്യൂ, എന്നിട്ട് പറയൂ. അത് നമ്മുടെ ചരിത്ര പാരമ്പര്യത്തെ കുറിച്ച് സുദീർഘമായിട്ടുള്ള ഒരു നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ. നിങ്ങൾ ആ കോണ്ടെക്സ്റ്റിലേക്ക് അള്ളാഹുവിനെ ഒന്ന് തിരുകൂ. അള്ളാഹുവിനെ തൽക്കാലം ആ ഷൂലേക്ക് ഇറക്കി വെക്കൂ, എന്നിട്ട് നിങ്ങൾ പറയൂ. രാഹുൽ ഗാന്ധിയോട് ചോദിച്ച സുദീർഘമായ ഒരു ചോദ്യത്തിന് മറുപടി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ചരിത്ര പശ്ചാത്തലം ഞാനൊരു കോണ്ടെക്സ്റ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഞാൻ ആ കോണ്ടെക്സ്റ്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടെ പഹൽഗാമിൽ ഒരു അക്രമം ഉണ്ടാകുന്നു. 26 പേരെ മുണ്ടുപൊക്കി നോക്കിയിട്ട് മുസ്ലിം ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ട് കലിമ ചൊല്ലിച്ചിട്ട് കൊല്ലുന്നു. ആ സംഗതി അതൊരു ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ഒരു രീതിയാകുന്നു. അതിന്റെ പിന്നിലുള്ള മതം ഇസ്ലാം ആകുന്നു. അതിന്റെ പിന്നിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയും അള്ളാഹു ഒക്കെ ആകുമ്പോ ആ അള്ളാഹു അത് കുഴപ്പക്കാരനാണോ അല്ലേ? ആ നബി കുഴപ്പക്കാരനാണോ അല്ലേ? ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. അതൊരു മിത്താണോ അല്ലേ? നിങ്ങൾ പറയൂ. കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു, അതിന്റെ സന്ദർഭം ഞാൻ പറഞ്ഞു, അത് റെലവൻസ് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ പറയൂ, അത് ശരിയാണോ അല്ലേ, അത് മിത്താണോ അല്ലേ? നിങ്ങൾ പറയൂ. നോക്കൂ ശ്രീ ആരിഫ്, അതിന് വ്യക്തമായ മറുപടി നമുക്ക് പറയാൻ കഴിയും. ജീവന് പേടില്ലാത്ത ആരാ ഉള്ളത്? പറയൂ. അത് ഗവൺമെന്റ് അക്കാര്യം പരിശോധിച്ച് ഗവൺമെന്റിനെ വിടൂ. നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്. ഗവൺമെന്റിന്റെ കാര്യം അവർക്ക് ഒരു മണ്ണാങ്കട്ടെ അറിയില്ല. മോദി അവിടെ തലകുത്തി അവിടെ എന്താണ് മണ്ണപ്പം ചുട്ട് കളിക്കുകയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. മോദി മണ്ണപ്പം ചുട്ട് കളിക്കട്ടെ. നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ കാര്യം നിങ്ങൾ പറയൂ. നിങ്ങൾ കോൺഗ്രസിന്റെ വക്താവ് എന്നുള്ള രീതിയിൽ അതിന്റെ സഹയാത്രികൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.